അലറിക്കൊണ്ട് വൈഷ്ണവ് അവന്റെ കയ്യിലെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു. കയ്യിലുള്ള ബിയർ ബോട്ടിൽ വായിലേക്ക് കമിഴ്ത്തി. ഇത് കണ്ട ശങ്കരൻ അത് അവന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി. എന്താടാ, എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ? അച്ഛന്റെ ഒരു വിശ്വസ്തനായ ചിന്നത്തമ്പി, അയാള് കാരണം പുല്ല് എന്റെ 10 ലക്ഷം വെറുതെ അങ്ങ് പോയി. അതിന് മാത്രം എന്താടാ പറ്റിയത്? നീ ഒന്ന് തെളിയിച്ചു പറ. നേരെ എത്രയും അവന്മാരെ പണിയേൽപ്പിച്ചിട്ട് ആ പെണ്ണ് ഇപ്പോഴും ഗോഡൌണിൽ എത്തിയിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ആ നാറികൾ ഫോണും എടുക്കുന്നില്ല. നീ ചിന്നനെ വിളിച്ചോ? അവനെന്താ പറഞ്ഞേ? അയാൾക്ക് ഞാൻ വിളിച്ചപ്പോ പറയാല്ല, അവന്റെ ചെറുക്കന്മാർ നോക്കിക്കോളും, സാർ അവർക്ക് വിളിച്ചാൽ മതിയെന്ന്. എന്നിട്ടിപ്പോ അവന്റെ അമ്മയുടെ ചെറുക്കന്മാരും അവന് ഫോൺ എടുക്കുന്നില്ല. മോനെ, നീ ഒന്ന് അടങ്ങ്. ഇനി അവന്മാർ അവളെ വല്ലതും ചെയ്തു കാണുമോ? പറയാൻ പറ്റില്ല. ആരായാലും ആഗ്രഹിക്കുന്ന രൂപമാണേ. വൈഷ്ണവ് അവിടെ നിന്ന് എഴുന്നേറ്റ് ശങ്കരൻ നോക്കി. എങ്ങനെയായാലും വേണ്ടില്ല, നേരം വെളുക്കുമ്പോൾ അവൾ എന്റെ ഗോഡൌണിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം കാലപുരിക്ക് അയക്കാൻ പോകുന്നത് ആ ചിന്നത്തമ്പിയായിരിക്കും. അവനതും പറഞ്ഞ് അവന്റെ മുറിയിലേക്ക് പോയി. സീനു തട്ടി വിളിച്ചപ്പോഴാണ് സത്യ കണ്ണു തുറന്നത്. അവൾ എഴുന്നേറ്റ് ചുറ്റിനും നോക്കി. ആദ്യം അവിടെ ഇല്ല. ദേഹത്ത് സാരി ചുറ്റിയിട്ടുണ്ട്. അവൾ സീനുവിനെ ഒന്ന് നോക്കി. നീ എന്തിനാ ഇവിടെ വന്ന് കിടന്നത്? അത് അത് പിന്നെ അവിടെ ഭയങ്കര ചൂട്, അതാ ഞാൻ ഇവിടെ വന്ന് കിടന്നത്. AC റൂം അല്ലേ നിന്റെ അപ്പച്ചി എടുത്തേ, എന്നിട്ട് നിനക്ക് ചൂടോ? ആ ചൂട് അല്ല, എനിക്ക് പനിയായിരുന്നല്ലോ, അപ്പോ ഭയങ്കര കുളിര്, അതാ ഞാൻ ഇവിടേക്ക് വന്നത്. ആദ്യം ചൂട്, ഇപ്പൊ കുളിര്. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നീ വാ, ഞാൻ ഇവിടെയൊക്കെ നോക്കി നിന്നെ അറിയോ. നമുക്ക് ചായ കുടിക്കാൻ പോവാം. നീ പോയിക്കോ, ഞാൻ വരാം. എന്റെ സാരി അഴിഞ്ഞിട്ടുണ്ട്, അത് ശരിക്കും എടുക്കട്ടെ. ശരി, ഞാൻ പുറത്തു നിൽക്കാം. സീനു അവളെ നോക്കി ഇരുത്തി മോളി അവിടെ നിന്ന് പോയി. സത്യ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൾക്ക് അവളുടെ മേലാകെ ഭയങ്കര വേദന തോന്നി. നടക്കാൻ പോലും അവൾക്ക് പറ്റുന്നില്ല. അവളുടെ മനസ്സിലേക്ക് ഇന്നലെ നടന്ന ഓർമ്മ വന്നും അവളുടെ കണ്ണറിയിൽ നിറഞ്ഞു വന്നു. സത്യ വേഗം അവിടെ നിന്ന് സാരി എങ്ങനെയൊക്കെയോ എടുത്ത് പുറത്തേക്ക് വന്നു. പതുക്കെ വേച്ച് വേച്ച് വരെ സത്യയെ കണ്ട് സീനുവിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നി. അവള് സത്യയോട് എന്തു പറ്റിയെന്ന് ചോദിച്ചതും അവൾ ഓരോന്നും പറഞ്ഞ് തടിയൂരി. സീനു പിന്നെ അവളോടൊന്നും ചോദിക്കാൻ നിന്നില്ല. അവർ രണ്ടുപേരും ക്യാൻറ്റീനിലേക്ക് പോയി. സർ, പ്ലീസ് സർ, എന്നെ വെറുതെ വിടണം. ഞങ്ങളിനി സാറിന്റെയും ഭാര്യയും ഒന്നും ചെയ്യില്ല സർ. ഞങ്ങളെ കൊല്ലല്ലേ സാർ. അയ്യേ, താനൊരു മാഫിയയാണ് മാരിമുത്തു. താനിങ്ങനെ എന്റെ മുന്നിൽ വന്ന് മോങ്ങാൻ പാടുണ്ടോ? ചിച്ചി, നീ കരയണ്ട. നിനക്ക് എവിടെയാ പിഴച്ചതെന്ന് വെച്ചാൽ നിനക്ക് ഞാൻ ആരാണെന്നൊരു ധാരണയില്ല. ഞാൻ ആരാണെന്ന് നിനക്കെന്നല്ല, നിന്നെ പറഞ്ഞയച്ച മോൻ വൈഷ്ണവിന് പോലും ചിന്തിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് കൊണ്ടും കൊടുത്തും പട്ടിണി കിടന്നും വളർന്നവനാ ഈ ആദിദേവ് കൈലാഷ്. നീ എന്റെ ഈ പുറകിൽ നിൽക്കുന്ന ഈ 20 പേരെ കണ്ടോ? ഇവരാണ് എന്റെ ബോഡി ഗാർഡ്സ്. ഒന്നും കൂടെ വിശദമായി പറഞ്ഞാൽ എനിക്ക് വേണ്ടി ചാവാൻ വരെ തയ്യാറാകുന്നവർ. പക്ഷെ എനിക്ക് ഇവരെക്കാളും പ്രിയം എന്റെ പെറ്റ്സാ. നിനക്ക് അവന്മാരെ കാണണ്ടേ മാരി? അതിന് നീ ഒന്ന് താഴേക്ക് നോക്കിയാൽ മതി. ആദ്യയെ കണ്ട് പേടിച്ചോടിയ 3 ഗുണ്ടകളും നേരെ ചെന്നപ്പെട്ടത് അവന്റെ ബോഡി ഗാർഡ്സിന്റെ കയ്യിലാണ്. അവരവരെ ആദിയുടെ ഗ്യാരേജിലേക്കാണ് കൊണ്ടുപോയത്. അവരെ 3 പേരും ഒരു കമ്പിക്കൂട്ടിൽ കെട്ടിത്തൂക്കിയിരിക്കുകയാണവർ. അതിന് താഴെയായി പച്ച നിറത്തിലുള്ള വെള്ളം. അതിൽ നിന്നൊരു ദുർഗന്ധം വരുന്നുണ്ട്. ആദി ആ കമ്പിക്കൂടിന്റെ പുറത്ത് ഒരു ചെയറിട്ടിരിക്കുന്നു. അവന്റെ പുറകെ ബോഡി ഗാർഡ്സും. ആദി പറയുന്നത് കേട്ട് അവർ 3 പേരും താഴോട്ട് നോക്കി. അടിയിൽ കണ്ട കാഴ്ച കണ്ട് മാരിയുടെ കണ്ണ് പേടികൊണ്ട് പുറത്തേക്ക് തള്ളി. പച്ചമാംസത്തോടുള്ള കൊതി മാറാത്ത മുതലകൾ. അവൻ അവറ്റകളെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു വെടിയുടെ ശബ്ദം ഉയർന്നത്. മാരിക്ക് വേദന കൊണ്ട് അവന്റെ കാല് പറഞ്ഞു പോകുന്ന പോലെ തോന്നി. അവൻ താഴേക്ക് നോക്കുമ്പോൾ കണ്ടു കാലിൽ ബുള്ളറ്റ് തുളച്ചു കയറി രക്തം വാർന്നൊഴുകുന്നത്. ഓരോ രക്തത്തുള്ളിയും ആ വെള്ളത്തിലേക്ക് ഇറ്റുമ്പോൾ ആ മുതലകൾ ചോരയുടെ മണം കേട്ട് അതിൽ തട്ടിപ്പടയാൻ തുടങ്ങി. അതൊരു ശബ്ദം കേട്ട് അവർ പേടിയോടെ ആദ്യം നോക്കി. സർ, പ്ലീസ് സർ, ഞങ്ങൾ ഇനി സാറിന്റെ മുന്നിൽ പോലും വരില്ല സർ, പ്ലീസ്. അവർ 3 പേരും കോറസ് പറഞ്ഞു കരഞ്ഞു. അത് കണ്ട് ആദ്യം പുച്ഛിച്ചു. അവിടെ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്ന ആ കമ്പിയിൽ അവൻ പിടിമുറുക്കി. മാരി, ആരെങ്കിലും 2 കുണുവ തന്ന് പറഞ്ഞു വിടുമ്പോൾ എതിരെയുള്ളത് ആരാണെന്ന് ചിന്തിക്കണം. അത് ഈ ആദിദേവാകുമ്പോൾ ഒന്നും കൂടെ ഇരുന്ന് ചിന്തിക്കണം. ഈ ആദ്യം ആർക്കും അങ്ങനെ സെക്കൻഡ് ചാൻസ് കൊടുക്കാറില്ല മാരി. അപ്പോ എന്താ ചെയ്യാ? അയ്യോ, അങ്ങനെ പറയില്ല സാർ, ഞങ്ങളെ വെറുതെ വിടണം സാർ, പ്ലീസ്. 2 തടിയന്മാരിൽ ഒരുത്തൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ, താനിങ്ങനെ കരയല്ലേ. ശരി, ഞാൻ നിന്നെ മോചിപ്പിക്കാം. നിന്നെ ഞാൻ തീർച്ചയായും മോചിപ്പിക്കാം ലെക്സി. ആദ്യം അവന്റെ ബോഡി ഗാർഡ്സിനെ നോക്കി വിളിച്ചതും ഒരുത്തൻ മുന്നിലേക്ക് വന്നു നിന്നു. ആദ്യം നോക്കി. അവന്റെ കയ്യിലുള്ള ഒരു ഗണ്ണെടുത്ത് 2 തടിയന്മാരുടെയും കയറ് നോക്കി ഷൂട്ട് ചെയ്തു. കയറ് പൊട്ടി ചാടി അവർ 2 പേരും അതിലേക്ക് വീണു. അത് കാത്തുനിന്ന പോലെ ആ മുതലകൾ മുഴുവൻ അവരെ പൊതിഞ്ഞു. അവരുടെ നിലവിളിയ ഗ്യാരേജ് അകം മുഴങ്ങാൻ തുടങ്ങി. ഇത് കണ്ട് മാരി ആർത്ത് കരഞ്ഞു. അവൻ താഴേക്ക് നോക്കുമ്പോൾ ആ പച്ച നിറത്തിലുള്ള വെള്ളം ചുവന്നായി മാറിയിരുന്നു. അത് കണ്ട് മാരി അവന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആദ്യയുടെ കൈകൂപ്പി അവനെ വെറുതെ വിടാൻ കേണപേക്ഷിച്ചു. സർ, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ പോലും വരില്ല സർ, പ്ലീസ്. ഈ ഒരു പ്രാവശ്യത്തിനോട് ക്ഷമിക്കണം സർ. എന്താ മാരി, എന്റെ പെറ്റ്സിനെ കൊടുത്ത പോലെ നിന്നെ ഞാൻ കൊടുക്കൂ? നിനക്ക് ഞാനൊരു ചാൻസ് തരാം. എന്നോട് ഇത്രയ്ക്ക് അപേക്ഷിച്ചതിന് ഒരേ ഒരു ചാൻസ്. ആദ്യം ഇത് പറഞ്ഞ് മാരി കരച്ചിൽ നിർത്തി അവനെ നോക്കി. ആദ്യം മാരിയെ നോക്കി ചിരിച്ചു. അവന്റെ ബോഡി ഗാർഡ്സിന് നേരെ നോക്കി. അവരെ നോട്ടം കണ്ട് 2 പേർ അവിടെ നിന്ന് പോയി.
വേറൊരുത്തൻ മുന്നിലേക്ക് വന്നു ഒരു ബട്ടൺ അമർത്തി. അപ്പോൾ തന്നെ ഇരു സൈഡിൽ നിന്നും ഒരു ഡോറ് വന്നു. ആ പൂൾ ക്ലോസ് ആക്കി. അത് ക്ലോസ് ആയതും മാരി ഒന്ന് നീട്ടി ശ്വാസം വലിച്ചു വിട്ടു. 2 ബോഡി ഗാർഡ്സ് വന്ന് മാരി അതിൽ നിന്ന് പുറത്തിറക്കി. അവൻ അപ്പോൾ തന്നെ ആദ്യയുടെ കാൽക്കൽ വീണ് കരഞ്ഞു. മാരി, താൻ എഴുന്നേൽക്ക്. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? ഞാൻ നിനക്കൊരു ചാൻസ് തരാമെന്ന് പറഞ്ഞതല്ലേ? സോ വാട്ട്? ആദ്യം ഇത് പറഞ്ഞതും ഒരു പ്രതീക്ഷയുടെ അവൻ ആദ്യം നോക്കി എഴുന്നേറ്റു. ഞാൻ നിനക്കൊരു ചാൻസ് തരാം. ആദ്യമായിട്ട് ഒരാൾക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കുന്നത്. അത് താൻ മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഓക്കെ? മാരി അത് കണ്ട് നിർത്താതെ തലയാട്ടി. അത് കണ്ട് ആദ്യം ഒന്ന് ചിരിച്ചു. അജയ്! ആദ്യം നീട്ടി വിളിച്ചതും 2 ബോഡി ഗാർഡ്സ് അവിടെ നിന്ന് എന്തോ വലിച്ചു കൊണ്ടുവരുന്ന കണ്ടു. ആദ്യം നോക്കുന്നിടത്തേക്ക് മാരി നോക്കിയതും അവന്റെ പ്രതീക്ഷ അവനെ കൈവിട്ടു. കണ്ണുകൾ നിറഞ്ഞു. പിറ്റ്ബുൾസ് ലോകത്തിലെ തന്നെ അപകടകാരിയായി ഡോഗ് ബീറ്റ് അതിനെ വലിച്ചുകൊണ്ടുവരുന്ന ആ ബോഡി ഗാർഡ്സിന്റെ മുഖത്ത് തന്നെ ചെറിയ ഭയമുണ്ടായിരുന്നു. കറുത്ത ശരീരവും തിളങ്ങുന്ന കണ്ണുകളും അതിനെ വലിച്ചു കൊണ്ടുവരുമ്പോൾ താല്പര്യമില്ലാത്ത പോലെ അത് കാറുകയും കുരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ കണ്ടപ്പോൾ തന്നെ മാരി അവന്റെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യം കണ്ടതും ആ ഡോഗ് കുതറി അവന്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തിയിരുന്നു. അവൻ അതിന്റെ അടുത്തിരുന്ന് അതിന്റെ തലയിൽ തലോടാൻ തുടങ്ങി. മാരി, ഇവനാണ് ബാക്സ്റ്റർ, എന്റെ ഫേവറേറ്റ് പെറ്റ്. അതിന് കാരണം എന്താ നിനക്കറിയോ? ഇവൻ എന്റെ മനസ്സറിഞ്ഞ് പെരുമാറുന്നവനാ. ആദ്യം പറയുന്ന കേട്ട് മാരി പേടിയുടെ ബക്സ്റ്ററിനെ നോക്കി. അതിന്റെ ആ തിളങ്ങുന്ന പച്ച കണ്ണുകൾ അവന്റെ മേലിൽ തന്നെയായിരുന്നു. മാരി, നിനക്ക് ഞാനൊരു ചാൻസ് തരാം. ദാ, നീ ആ കാണുന്ന ഗ്യാരേജിന്റെ ഗേറ്റ് കണ്ടോ? അതുവരെ നീ ഇവന് പിടികൊടുക്കാതെ ഓടിക്കോ. ഗേറ്റിന് പുറത്തെത്തിയാൽ ഇവൻ നിന്നെ ഫോളോ ചെയ്യില്ല. പക്ഷെ അതിനു മുന്നേ നീ ഇവന്റെ പിടിയിലായാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആദ്യം പറയുന്ന കേട്ട് മാരി ബക്സ്റ്ററിനെ നോക്കി. അത് അവന്റെ പിന്നാലെ ഓടാൻ റെഡിയായിരിക്കുകയാണ്. ആദ്യം അവനെ നോക്കി വിരലിനൊടിച്ചു. എന്താ മാരി, ആർ യു റെഡി? ആദ്യം പറയുന്ന കേട്ട് മാരി അവനെയും ബക്സ്റ്ററിനെയും മാറി മാറി നോക്കി. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് എങ്ങനെയെങ്കിലും ഗേറ്റ് കിടക്കണം തീരുമാനിച്ച് അവൻ ഓടാൻ തുടങ്ങി. അവൻ ഓടി പകുതിയായതും ആദി ബക്സ്റ്ററിന്റെ ബെൽറ്റ് അയച്ചു. അത് അപ്പോൾ തന്നെ മാറിയ ലക്ഷ്യമാക്കി ഓടിയിരുന്നു. ഓടുന്നതിനിടയിൽ മാരിയുടെ കാലിൽ നിന്ന് ബുള്ളറ്റ് കയറിയത് കൊണ്ട് രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. ജീവനിലുള്ള കൊതി കൊണ്ട് അവൻ വേദന കടിച്ചു പിടിച്ചോടി. നിലത്തൊലിക്കുന്ന രക്തത്തിന്റെ മണം ബക്സ്റ്ററിന്റെ മൂക്കിലേക്ക് കയറുന്നതിനനുസരിച്ച് അതിന്റെ വേഗത കൂടി. ബക്സ്റ്റർ മാരിയുടെ തൊട്ടുപുറകിലെത്തി അവന്റെ കഴുത്തിലേക്ക് ചാടി കടിച്ചു. ബക്സ്റ്റർ അവനെ പിച്ചി കീറുന്നത് ആദ്യം അവന്റെ ബോഡി ഗാർഡ്സ് നോക്കി നിന്നു. മാരിയുടെ അവസാന ശ്വാസം നിലച്ചപ്പോൾ ആദ്യം ബക്സ്റ്ററിനെ തിരിച്ചു വിളിച്ചു. ആദ്യം ബക്സ്റ്റർ വരാൻ മടിച്ചെങ്കിലും ആദിയുടെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിലുള്ള വിളി കേട്ടതും അവൻ ആദിയുടെ അടുത്തേക്ക് വന്നു. ലെക്സി? യെസ് സർ. ലെക്സി? യെസ് സർ. ഇവന്റെ ഈ പാതി ശരീരം വൈഷ്ണവന്റെ ഗോഡൌണിൽ കൊണ്ടുപോയിട്ടേക്ക്. അവൻ കൺകുളിർക്ക് കണ്ട് രസിക്കട്ടെ. ഓക്കെ സാർ. ആദ്യം അവിടെ നിന്ന് അവന്റെ കാറെടുത്ത് ഗാരേജ് കടന്നുപോയി. സത്യ, നിന്റെ കാലിന് എന്താ പറ്റിയത്? സത്യം പറ. ഈ പെടിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, എന്റെ കാല് ആ ബെഡിന്റെ കമ്പിയിൽ അടിച്ചതാ. എന്നാ നീര് വെച്ചിട്ടുണ്ടോ നോക്കട്ടെ, നിന്റെ കാല് കാണിച്ചേ. നീരൊന്നും വന്നിട്ടില്ല. പിന്നെ ഇത് ഞാൻ അവിടെ വീട്ടിൽ ചെന്നിട്ട് രുക്മിണിയമ്മയുടെ കയ്യിലുള്ള തൈലം പുരട്ടിക്കോളാം. ശരി. അല്ല, നീ ഇന്ന് ആദി സാറിന്റെ വീട്ടിൽ പോകുന്നുണ്ടോ? സീനി ചോദിക്കുന്നത് കേട്ടപ്പോൾ അവളുടെ മനസ്സിലേക്ക് വൈഷ്ണവിന്റെ മുഖം ഓടി വന്നു. അവനെ ഓർക്കും തോറും സത്യയുടെ മുഖത്ത് പേടി വരാൻ തുടങ്ങി. സത്യ? ആ, ഞാൻ നിന്നോടാ ചോദിക്കുന്നേ, നീ ഇത് ഏത് ലോകത്താ? ഞാൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ചതാ. ഞാൻ ചോദിച്ചതിന് നീ മറുപടി താ. നീ ഇന്ന് പോകുവോ? എനിക്കിന്ന് ഓഫീസിൽ പോകാനായിരുന്നു. അവൾ ഇപ്പോൾ തന്നെ എന്റെ കൂടെ വരും. പുറകിൽ ആരോ പറയുന്നത് കേട്ട് സത്യ തിരിഞ്ഞു നോക്കി. കൈകൾ പിണച്ചു കെട്ടി ഷോൾഡറിന്റെ ഒരു ഭാഗം ചുമരോട് ചേർത്ത് നിന്ന് അവരെ നോക്കി നിൽക്കുന്ന ആദിയെ കണ്ട് സത്യ പേടി കൊണ്ട് വിറച്ചു. അവനെ കാണുന്തോറും അവൾക്ക് ഇന്നലെ രാത്രി നടന്നാണ് ഓർമ്മ വന്നത്. ആദിയെ കണ്ടയുടനെ സീനു അവിടെ നിന്ന് എഴുന്നേറ്റു. ആദി അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. നടക്ക്, വീട്ടിൽ പോകാം. ആദ്യം നോക്കി അവിടുന്ന് പതിയെ എഴുന്നേറ്റു സത്യ. അത് പിന്നെ സീനു ഓഫീസിൽ പോകുകയാണെന്ന്. ഞാൻ അവളുടെ കൂടെ ഓഫീസിലേക്ക് നാളെ മുതൽ പോയാൽ മതി. ഇന്ന് നീ ഇപ്പോൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണം. ഞാൻ പുറത്തുണ്ടാവും. വേഗം അങ്ങോട്ട് വന്നേക്കണം. ആദ്യം അവിടുന്ന് അതും പറഞ്ഞു പോയി. നീ ചെല്ല്. നിനക്ക് കാലിന് വയ്യാത്തതല്ലേ? ഇന്നിപ്പോൾ നീ ഓഫീസിലേക്ക് വരണ്ട. എന്നാലും നീ ഓഫീസിൽ പോയാൽ അച്ഛന് പിന്നെ ഇവിടെ തനിച്ചാവില്ലേ? അതിനിപ്പോൾ എന്താ, ഞാൻ ഓഫീസിൽ നേരിട്ട് ഇങ്ങോട്ട് വന്നോളാം. പിന്നെ ഇവിടെ നമ്മൾ ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ടല്ലോ. നീ ഇപ്പോൾ തന്നെ പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ നിന്റെ ആദ്യേട്ടനെടുത്ത് എറിയും. സത്യ അച്ഛനെ ഒന്ന് പുറത്തു നോക്കി. സീനുവിനോട് അച്ഛൻ ഉണർന്നാൽ വിളിക്കണമെന്ന് പറഞ്ഞ് അവൾ താഴേക്ക് പോയി. ആദി അവൾ വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. വേച്ചു വരെ സത്യം നോക്കി ആദിയുടെ മനസ്സിൽ പുച്ഛം നിറഞ്ഞു. എന്റെ അടുത്ത് അനുഭവിക്കുന്ന ഓരോ വേദനകളും നിന്റെ തന്ത കണ്ണു തുറക്കുമ്പോൾ നീ പൊട്ടിക്കരഞ്ഞ അയാളോട് പറയണം സത്യ. സ്വന്തം മകൾ അനുഭവിക്കുന്ന വേദന അറിഞ്ഞ് അയാൾ ഓരോ നിമിഷവും ചെയ്തതോർത്ത് കുറ്റബോധം പേറി നടക്കണം. എന്റെ ഔദാര്യം കൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്ന് അറിയുമ്പോൾ തിരിച്ചു വരേണ്ടിയിരുന്നില്ല. ഒന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിൽ അയാൾക്ക് തോന്നണം. അത് ഈ ആദ്യത്തെ തോന്നിപ്പിക്കും. അച്ഛാ, അച്ഛാ. എന്താടാ, ചിഹ്നം വിളിച്ചോ? ഇല്ല, പക്ഷെ എന്റെ ഗോഡൌണിലെ പണിക്കാരൻ വിളിച്ചു. എത്രയും പെട്ടെന്ന് എന്നോട് അങ്ങോട്ട് വരാൻ. ഞാൻ പോയി നോക്കിയിട്ട് വരാമേ. എന്താ ഇപ്പൊ അർജന്റായി നീ അവിടെ എത്തണമെന്ന് പറഞ്ഞത്? അറിയില്ല, എന്നാലും അവൻ വിളിക്കണമെങ്കിൽ കാര്യമായിട്ട് വല്ലതും ഉണ്ടാവും. എന്നാ നീ ചെല്ല്. കൂട്ടേട്ടാ, എന്തായി? അവളുടെ കഥ കഴിഞ്ഞോ?
വൈഷ്ണവ് മായയോട് ഇന്നലെ രാത്രിയോട് കൂടി സത്യ തീരുമെന്ന് പറഞ്ഞിരുന്നു. അവൾ ആ സന്തോഷത്തിലായിരുന്നു. ഇന്നലെ മുതൽ നേരം വെളുത്തതും അവൾ വൈഷ്ണവിന്റെ അടുത്തേക്ക് എന്തായെന്നറിയാൻ ഓടി വന്നു. അവളുടെ ചോദ്യം കേട്ടവൻ ശങ്കരനെ നോക്കി. മോളെ, അവൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോവാ, തിരിച്ചു വന്നിട്ട് പറയാം. എവിടേക്കേട്ടാ? അവളെ പിടിച്ചു വെച്ചിരിക്കുന്നിടത്തേക്കാണോ? എങ്കിൽ ഞാനും വരായേട്ടാ, ഏട്ടന്റെ കൂടെ. ഏട്ടന്റെ കയ്യിൽ കിടന്ന് അവൾ പിടയുന്നത് എനിക്ക് കാണാം. മോളെ, ഞാൻ ആദ്യം ഒന്ന് ചെല്ലട്ടെ അങ്ങോട്ട്. എന്തായാലും അവളെ സേട്ടുവിന് കൈമാറുന്നതിന് മുൻപേ മോളെ കാണിച്ചിരിക്കും. ഇത് ഏട്ടന്റെ വാക്കാ. എങ്കിൽ ശരി, കുട്ടേട്ടൻ പോയിട്ട് വാ. മായയെ നോക്കി ചിരിച്ചു വൈഷ്ണവ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവന്റെ കാർ ഗേറ്റ് കടന്നു പോയതും ആദിയുടെ കാർ ഗേറ്റ് കടന്നു വന്നതും ഒരുമിച്ചായിരുന്നു. വൈഷ്ണവ് പോകുന്നത് കണ്ട ആദിയുടെ മുഖത്ത് ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. സത്യയുടെ മുഖത്ത് ആശ്വാസവും. തറവാടിന്റെ വാതിൽക്കൽ കാർ നിർത്തി ആദി പുറത്തിറങ്ങി. അവന്റെ കാറിന്റെ ശബ്ദം കേട്ടതും മായ ഓടി ഉമ്മറത്തേക്ക് വന്നു. എന്നാ അവന്റെ കൂടെ കാറിൽ നിന്ന് ഇറങ്ങുന്ന സത്യയെ കണ്ടപ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് അവരെ നോക്കി നിന്നു. മായ നോക്കുന്നത് കണ്ട് സത്യ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നാൽ മായ അവളെ നോക്കി പുച്ഛിച്ച് മുകളിലേക്ക് കയറിപ്പോയി. സത്യയെ കണ്ടതും രുക്മിണി അവളെയും വിളിച്ച് അടുക്കളയിലേക്ക് പോയി. രുക്മിണിയും സുഭദ്രയും നടക്കുന്നതിനിടെ അവളോട് വിശേഷങ്ങൾ ചോദിച്ചു. അവരുടെ കൂടെ പോകുന്ന സത്യയെ ആദ്യം നോക്കി ശേഷം മുകളിലേക്ക് പോയി. എന്താടാ നീ എന്നോട് എത്രയും വേഗം വരാൻ പറഞ്ഞത്? ആ പെണ്ണിനെ അവരിവിടെ കൊണ്ടുവന്നോ? പെണ്ണ് ഇവിടെ ആരും ഒരു പെണ്ണിനെയും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഞാൻ വന്നപ്പോൾ ഈ ചാക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. എന്താ ചാക്കോ? വൈഷ്ണവ് പണിക്കാരൻ കാണിച്ചു കൊടുത്ത ചാക്കിലേക്ക് നോക്കി. എന്തോ ചാക്കിൽ കെട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു. അവൻ അവിടെയുള്ള പണിക്കാരോട് അത് പോയി തുറക്കാൻ പറഞ്ഞു. 2 പണിക്കാർ അത് കെട്ട് ആ ചാക്ക് തുറന്നു നോക്കി. അതിലേക്ക് നോക്കി ഉടനെ അവർ ഓക്കാനിച്ചു. ആ ചാക്കിന്റെ അടുത്ത് മാറി നിന്നു. വൈഷ്ണവ് അവരെ നോക്കി ആ ചാക്കിന്റെ അടുത്തേക്ക് നീങ്ങിയതും അത് നിലത്തേക്ക് വീണു. വൈഷ്ണവിന്റെ മുന്നിലേക്ക് മാരിയുടെ ബോഡി വീണു. വൈഷ്ണവ് ഞെട്ടി ഒരടി പിറകിലേക്ക് നിന്നു. എന്നിട്ട് അവന്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു ആ ബോഡി വീക്ഷിക്കാൻ തുടങ്ങി. ഒരു കാല് തുടവരെയില്ല. മുഖത്തിന്റെ ഒരു ഭാഗവും ശരീരത്തിന്റെ പല ഭാഗവും ഇല്ല. ആ ബോഡിയിലേക്ക് നോക്കുന്നതോറും അവന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. സാർ, ആരാ അയാൾ ഇത്രയും മൃഗീയമായി ദ്രോഹിച്ചത്? അവിടെയുള്ള ഒരു പണിക്കാരൻ ദാമു ചോദിച്ചു. എനിക്കും അതാ മനസ്സിലാവാത്തത്. ആർക്കാ ഇത്രയ്ക്കൊക്കെ ചെയ്യാൻ ധൈര്യമുള്ളത്? മാരിക്ക് എന്തെങ്കിലും പറ്റിയ ചിന്നത്തമ്പി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ സാറിന്? മാരിമുത്തു ചിന്നത്തമ്പിയുടെ ആരുമല്ലെങ്കിലും അങ്ങേരുടെ പിള്ളേര് അങ്ങേർക്ക് ജീവനാ. സാറൊന്ന് സൂക്ഷിക്കണം. കാരണം ഇവൻ ഇക്കോലാക്കിയത് ആരാണെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ളപ്പോൾ ചിന്നത്തമ്പി സംശയിക്കുന്നത് സാറിനായിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ? ആലോചിച്ചിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ആരോ നമുക്കെതിരെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആദ്യമായിരിക്കുമോ? ഏയ്, അവനാകാൻ ചാൻസ് ഇല്ല. പുറകിൽ നിന്ന് ചതിക്കുന്ന പണി ആദിക്കില്ല. അവൻ എന്തു തന്നെയായാലും നേർക്ക് നേർ വരുന്നവനാ. ഈ ചെയ്തത് വേറൊരുത്തനാ. എങ്കിൽ സാറേ, ഇത് ചെയ്ത് സാറിന്റെ ഏട്ടൻ വൈശാഖാകും. കാരണം മറിഞ്ഞിരുന്ന് കരുക്കൾ നീക്കാനും പിന്നിൽ ചതിക്കാനും ആരും അറിയാതെ തട്ടാനും ഈ രാഷ്ട്രീയക്കാർ കഴിഞ്ഞ വേറെ ആരുള്ളൂ. അത് നീ പറഞ്ഞത് ശരിയാ. ഈ പണി ചെയ്ത് ഉറപ്പായും അവൻ തന്നെയായിരിക്കും. അന്ന് ഞാൻ സത്യയെ കയറി പിടിച്ചത് അവനറിയാം. അതുകൊണ്ട് അവൻ എപ്പോഴും അവളെ പുറകെ കാണും. മിക്കവാറും ഹോസ്പിറ്റലിൽ അവൻ എത്തി കാണും. ഇതിനുള്ള പണി ഞാൻ അവന് കൊടുത്തിരിക്കും. നീ നോക്കിക്കോ. സാറേ, ഇതിൽ സാറ് ഇടപെടേണ്ട കാര്യമില്ല. കാരണം ചിന്നത്തമ്പി വൈശാഖാണ് ഇവനെ ഈ പരുവാക്കിയെന്ന് അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല. അതെ, അത് നമ്മളൊരു ചാൻസ് ആക്കി എടുക്കണം. നീ എത്രയും പെട്ടെന്ന് അയാളെ വിളിക്ക്. ഇതിന് പുറകിൽ ആദ്യം വൈശാഖാണെന്ന് പറയാം. രണ്ടും അവന്റെ കൈകൊണ്ട് ചത്താൽ ലാഭം നമുക്കല്ലേ? അയാൾ വൈഷ്ണവിനെ നോക്കി ഫോൺ എടുത്ത് വിളിക്കാൻ നിന്നും ചിന്നത്തമ്പിയുടെ ട്രിപ്പർ ലോറി ഗോഡൌണിന്റെ ഗേറ്റ് പൊട്ടിച്ച് അകത്തേക്ക് ചീറി പാഞ്ഞു. സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അതിൽ നിന്നും പകരുന്ന കണ്ണുകളുടെ ചിന്നത്തമ്പി ഇറങ്ങി വന്ന് വൈഷ്ണവിന്റെ കോളറിൽ പിടിച്ചലറി. എങ്കടാ, എൻ മാരി എങ്കേ? ചൊല്ലട നായേ, എൻ മാരി എങ്കേ? വൈഷ്ണവ് അവന്റെ കോളറിൽ നിന്ന് കൈ പിടിപ്പിച്ച് കരയുന്ന പോലെ അഭിനയിച്ചു. അണ്ണ പോയണ്ണ, മാരി നമ്മുടെ വിട്ട് പോയണ്ണ. വൈഷ്ണവ് ആ ചാക്ക് ചൂണ്ടി പറയുന്നത് കേട്ട് തമ്പി അങ്ങോട്ട് നോക്കി. പിച്ചി കീറിയ മാരിയുടെ ശരീരം കണ്ട് അവൻ നിലത്തിരുന്ന് അലറി. ചിന്ന തമ്പിയെ നോക്കി വൈഷ്ണവ് ഒന്ന് പുച്ഛിച്ചു. അണ്ണ പോയതല്ല, പറഞ്ഞു വിട്ടതാ. ആ വൈശാഖും ആദ്യം കൂടി അവരാ മാരി ഈ അവസ്ഥയിലാക്കിയത്. വൈഷ്ണവ് പറയുന്നത് കേട്ട് ചിന്നത്തമ്പി കരച്ചിൽ നിർത്തി വൈഷ്ണവിനെ നോക്കി. അവിടുന്ന് എഴുന്നേറ്റു. മാരിയുടെ ബോഡി അതേ ചാക്കിലേക്കാക്കി അവന്റെ ലോറിൽ കയറ്റി വൈഷ്ണവിന്റെ അടുത്തേക്ക് വന്നു. ഭൈരവൻക്ക് മുൻപ് മുറയെ രക്തം കൊടുത്ത് സമാധാനപ്പെടുത്തുവാൻ ഇത് ചിന്നത്തമ്പി. അന്ത ഭൈരവൻ താൻ ഉന്മയി ഇന്ന ചിന്നത്തമ്പി ഇരുവരെയും കൊല്ലാതെ നിൽക്കമാട്ടെ. വൈഷ്ണവനെ നോക്കി പകയോടെ ചിന്നത്തമ്പി അവിടെ നിന്ന് പോയി. സാർ, അയാൾ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നത്. അയാൾ എന്തെങ്കിലും ആകട്ടെ, നമ്മളോ അയാളും തമ്മിൽ ഇനി ഒരു ബന്ധമില്ല. ഒന്നല്ലെങ്കിൽ അയാൾ കൈകൊണ്ട് ആദ്യം വൈശാഖ് തീരും, അല്ലെങ്കിൽ അവന്റെ കൈകൊണ്ട് അവൻ തീരും. അത്ര തന്നെ. പിന്നെ ആ മാരിമുത്തു ഒരു പണി ഏൽപ്പിച്ചാൽ ചെയ്യാൻ കഴിയാതെ തിന്നാൻ മാത്രം അറിയുന്ന അവനൊക്കെ ചാവും തന്നെയാ നല്ലത്. അവർ സംസാരിച്ചിരിക്കുമ്പോൾ വൈഷ്ണവന്റെ ഫോണിലേക്ക് കോൾ വന്നു. അത് ചെവിയോട് അടുപ്പിച്ചതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി. അവൻ ദേഷ്യത്തിൽ ഫോൺ എടുത്തെറിഞ്ഞു. എന്താ സാറേ, ആരാ വിളിച്ചത്? അച്ഛനായിരുന്നു. ആ സത്യ ആ പെണ്ണ് അവിടെ എത്തിയെന്ന്. അപ്പോ ഉറപ്പിച്ചോ ഈ പണി ചെയ്തത് വൈശാഖ തന്നെയാ? എന്തായാലും സാറൊന്ന് സൂക്ഷിച്ചോ. അഭിജിത്തും അവന്റെ പെങ്ങൾ മാളവികയും എങ്ങനെയാ മേലോട്ട് പോയെന്ന് സാറിനറിയില്ലേ? അവൻ അതൊക്കെ മനസ്സിൽ വെച്ചൊക്കെ വന്നിട്ടുണ്ടാവുക.
വരട്ടെ. അവൻ എൻ്റെ അടുത്തേക്ക് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വരട്ടെ. ഈ വൈഷ്ണവ് ആരാണെന്ന് ഞാനും അവന് കാണിച്ചു കൊടുക്കും. വൈഷ്ണവ് അവിടെ നിന്ന് കുറച്ചു നേരം ആലോചിച്ചെന്ന് ശേഷം അവൻ്റെ കാറും എടുത്തു പോയി. എന്നിട്ട് എന്ത് പറയാനാ ചേച്ചി, അയാൾ എൻ്റെ പുറകിൽ നിന്ന് മാറണ്ടേ. അവസാനം ഞാൻ ചേട്ടനോട് പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, ഏട്ടൻ അവനെ തല്ലി ഒരു പരിവാക്കി. അതിനുശേഷം എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ +2 പഠിക്കുമ്പോഴാണ് അറിഞ്ഞത് പുള്ളിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന്. അല്ല പൊന്നു, നീ നിന്റെ പുറകെ നടക്കുന്നവരെ കുറിച്ച് പറയുന്നല്ലാതെ നിനക്ക് ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ? സത്യ അത് ചോദിച്ചതും പൊന്നുവിന്റെ മുഖത്ത് ചിരി മാഞ്ഞു. എന്നിട്ട് ഒരു പുച്ഛം കലർന്ന ചിരിയോടെ ഇല്ലാൻ തലയാട്ടി. ഓ പിന്നെ, എന്നാൽ ഇല്ലാതിരിക്കില്ല. പറ പെണ്ണെ, ഞാൻ ആരോടും പറയില്ല. പൊന്നു ആദ്യം ഇല്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും സത്യയുടെ നിർബന്ധം കൊണ്ട് അവള് പറഞ്ഞു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള കോളേജിൽ പഠിക്കുന്ന ഒരു ചെക്കനുണ്ടായിരുന്നു. തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ മഹാ തല്ലിപ്പൊളി. SFIയുടെ നേതാവായിരുന്ന ആള്. എല്ലാ സമരത്തിലും റാലിയിലും അടിയിലും പിടിയിലും ഒക്കെ കാണും. പക്ഷെ നാട്ടുകാർക്ക് എന്ത് സഹായം വേണമെങ്കിലും മുന്നിൽ കാണും. അങ്ങനെയുള്ള ആളാ. അയാളുടെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. സ്കൂൾ കോളേജിന്റെ അടുത്തായതുകൊണ്ട് ആളെ ഞാൻ എന്നും കാണുമായിരുന്നു. അങ്ങനെ എന്നും കാണുമ്പോൾ ഉള്ളൊരു ഇഷ്ടം. എന്നിട്ട് നീ ആളോട് പറഞ്ഞോ? സത്യ ഇത് പറഞ്ഞപ്പോൾ പൊന്നു സത്യയെ നോക്കി. അവളോട് എന്തോ പറയാൻ നിന്നപ്പോഴാണ് വാതിൽക്കൽ അവളെ തന്നെ നോക്കി കണ്ണുരുട്ടുന്ന വൈശാഖനെ കണ്ടത്. അവനെ നോട്ടം കണ്ട് അവനെ നോക്കി ചുണ്ടുകൂട്ടി സത്യയുടെ നേർക്ക് തിരിഞ്ഞു. ആ, ഒരു ദിവസം സുഹൃത്തുക്കളുമായി ഗേറ്റിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറയാമെന്ന് കരുതി ചെന്താ. എന്നിട്ട് എന്നിട്ട് എന്താവാൻ, ഞാൻ പോയി പറഞ്ഞപ്പോ അപ്പൊ പറയാ ഞാൻ കൊച്ചുകുട്ടിയാണ്, ഇത് പ്രേമമൊന്നല്ല, ഈ പ്രായത്തിൽ തോന്നുന്ന ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ്, നല്ല കുട്ടിയെ പഠിക്കാൻ നോക്ക്. ഇനി ഇതും പറഞ്ഞു വന്നാൽ ഞാൻ വീട്ടിൽ പറയുന്ന. സാരമില്ലടാ, പോട്ടെ. അയാൾക്ക് നിന്നെ കിട്ടാനുള്ള ഭാഗ്യമില്ലെന്ന് കരുതിയാൽ മതി. സത്യ പറഞ്ഞ കേട്ട് പൊന്നു വൈശാഖിനെ നോക്കി. അതെ ചേച്ചി, എൻ്റെ ഫ്രണ്ട്സും എന്നോട് അതാ പറഞ്ഞത്. പക്ഷെ ഞാൻ ചേച്ചിയോട് പറയാ, എനിക്ക് അയാളുണ്ടായിരുന്ന ഒരു വെറും ഒരു ഇൻഫാക്ച്വേഷൻ ആയിരുന്നില്ല. അങ്ങനെ ആയിരുന്നില്ല ഇന്നും അയാളുടെ മുഖം എൻ്റെ മനസ്സിൽ ഉണ്ടാവുമായിരുന്നില്ല. പൊന്നു അത് വൈശാഖിനെ നോക്കിയാണ് പറഞ്ഞത്. അവൾ നോക്കുന്നത് കണ്ട് അവൻ അവിടെ നിന്ന് പോയി. പൊന്നു അവൻ പോകും നോക്കി പുച്ഛിച്ചു. ആ അതെ, ഇത്രയും നേരം ഞാൻ പറയുന്നത് കേട്ടില്ലേ? ഇനി ചേച്ചിയുടെ ലവ് സ്റ്റോറി പറ. ഏ, എനിക്ക് അങ്ങനെ ആരോടും പ്രേമം തോന്നിയിട്ടില്ല. അത് കള്ളം. ചേച്ചിയെ പോലെ ഇത്രയ്ക്ക് സുന്ദരിയായ ഒരാളോട് ആർക്കും ഇഷ്ടം തോന്നിയിട്ടില്ലേ? ആ, പഠിക്കുന്ന കാലത്തേക്ക് ഓരോരുത്തന്മാർ പുറകെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും ജീവിതത്തിൽ ഇന്നേ വരെ ആരോടും തോന്നിയിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാൽ പണ്ട് അച്ഛൻ്റെ അടുത്ത് വൈകുന്നേരം ട്യൂഷന് വേണ്ടി ഒരു ചേട്ടൻ വരാറുണ്ടായിരുന്നു. എനിക്ക് പരിപ്പോടെ വലിയ ഇഷ്ടാ. എന്നും വീട്ടിൽ വരുമ്പോൾ എനിക്കൊരു പൊതി തരും. അത് അടുപ്പയിൽ പോയി തുറന്നു നോക്കുമ്പോൾ നല്ല ചൂടുള്ള പരിപ്പോടെയായിരിക്കും. അതിൽ നിന്ന് വരുന്ന സ്മെല്ലുണ്ടല്ലോ, വായിൽ കപ്പലോടും. മതി മതി സത്യേച്ചി, ഇനി പരിപ്പോടയുടെ കാര്യം പറയല്ലേ. കേട്ടിട്ട് കൊതിയാകുന്നു. ചേച്ചി ബാക്കി പറ. എന്നിട്ടെന്താ, അയാളോട് എനിക്ക് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് വരാതെ അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. ആ ചേട്ടനെ കുറിച്ച് ഒന്നും അറിയില്ലേ? പേര് പോലും ഇല്ല. പക്ഷെ അച്ഛൻ അയാളെ ദേവ എന്ന് വിളിച്ചിരുന്നത്. അവരോരോന്ന് സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് വൈഷ്ണവിന്റെ കാർ ഇരച്ചു വന്നു. അതിൽ നിന്നിറങ്ങുന്ന വൈഷ്ണവ് രണ്ടുപേരെയും നോക്കി അവിടെ നിന്ന് ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി. അവൻ പോകുന്നത് കണ്ട് പൊന്നൊന്ന് പുച്ഛിച്ച് സത്യയും കൊണ്ട് അകത്തേക്ക് പോയി.